സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷ ഫലത്തില് ഇന്ന് നമ്മൾ ഉത്രം നക്ഷത്രക്കാർ അറിയുന്നതിന് വേണ്ടിയുള്ള ചില സുപ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളും ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഗണമാണ് ഉത്രം. ഫഗനാണ് ദേവത. ജപമണി എത്രേ ഇതിന്റെ ചിഹ്നം. ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയമാക്കുന്നതിന്, അതായത് വിജയത്തിൽ എത്തിക്കുന്നതിന് അത്യധ്വാനം ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. സ്ത്രീകള് നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരുത്തുകയും ചെയ്യും. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും. 2024 പുതുവർഷ ഫലത്തില് ഈ നക്ഷത്രക്കാര് ചിങ്ങക്കൂറിന് ഗുണമാണ്. കന്നിക്കൂറിന് സ്വല്പം പ്രയാസങ്ങളൊക്കെ വരാനിടയുണ്ട്. കർമ്മഗുണം, ഭാഗ്യഗുണം, കാര്യതടസ്സം, മനോവിഷമം എന്നിവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് മനസ്വസ്ഥത കുറയും. കാര്യങ്ങൾ ഒരുവിധം നടന്നു പോകുന്നതാണ്. മഹാവിഷ്ണുവിന് നെയ്വിളക്ക്, പായസം, പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. ഇനി നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ജനുവരി മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. പിതൃസ്വത്തൊക്കെ അനുഭവയോഗ്യമാകും. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഠിന പരിശ്രമമൊക്കെ ആവശ്യമായി വരും. വാഹനങ്ങളിൽ നിന്ന് വരുമാനം കൂടും. എല്ലാ തൊഴിലുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അനേകം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ജോലിയിൽ സസ്പെൻഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനുവരി മാസത്തെ ഫലമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തെ ഫലം നോക്കാം. ആരോഗ്യനിലയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ പരിഹാരം കണ്ടെത്തും. സർവീസിൽ നിന്നും ഭൂമിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും. ഹൃദ്രോഗമുള്ളവർക്ക് ശസ്ത്രക്രിയയൊക്കെ ആവശ്യമായി വരും. താൻ ചെയ്യാത്ത കാര്യങ്ങളിൽ പിഴ കേൾക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ അസാമാന്യ പാടവം പ്രദർശിപ്പിക്കും. സമൂഹത്തിലൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കും. ഇനി നമുക്ക് മാർച്ച് മാസത്തെ ഫലം നോക്കാം. പല കാര്യങ്ങളും ത്യാഗമനസ്ഥിതി പ്രദർശിപ്പിക്കും. സാമൂഹികമായും സാമ്പത്തികമായും ഈ അവസരം അനുകൂലമാണ്. തീ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ടും അപകടം വരാനിടയുണ്ട്. തന്റെ ആരോഗ്യസ്ഥിതി മോശമാകും. സാമൂഹികമായുള്ള അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളിലൊക്കെ പഠനകാര്യത്തിലൊക്കെ അലസത കാട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം. സർജന്മാരും ഡോക്ടർമാർക്കും ഒക്കെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ അവസരം വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ മാതൃപക്ഷത്തു നിന്നും ഭൂമിയോ വീടോ ഒക്കെ ലഭിച്ചെന്ന് വരും. കുടുംബത്തിൽ പല ആഘോഷങ്ങളും വരാനിടയുണ്ട്. വേണ്ടത്ര ചിന്തിക്കാതെ സാഹസ കൃത്യങ്ങളിലൊക്കെ മുതിരുന്നത് അത് വളരെയധികം ദോഷമായിട്ടാണ് ഭവിക്കാൻ സാധ്യത. ഇനി നമുക്ക് ഏപ്രിൽ മാസം മെയ് മാസത്തെ ഫലം നോക്കാം. കുടുംബത്തില് കലുഷിതമായ അന്തരീക്ഷം മാറും. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തന്നിലേക്ക് വരുന്നതായിട്ട് കാണാം. ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് ആഗ്രഹം സാധിക്കും. തുടങ്ങി വെച്ച പ്രവൃത്തികളൊക്കെ വിജയകരമായി പൂർത്തീകരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഇനി നമുക്ക് ജൂൺ മാസത്തെ ഫലം നോക്കാം. ആശുപത്രി ജീവനക്കാർക്ക് അംഗീകാരവും വരുമാനവും ഒക്കെ വർദ്ധിക്കാനിടവരും. കൂട്ടുകച്ചവടത്തിൽ നല്ല ആദായം ലഭിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യം നിശ്ചയിച്ചുറപ്പിക്കും. സാഹിത്യകാരന്മാർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാനിടയുണ്ട്. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇനി നമുക്ക് ജൂലൈ മാസത്തെ ഫലം നോക്കാം. തുടർന്നു വരുന്ന പ്രവർത്തികൾക്ക് വലിയ മാറ്റമൊന്നും വരുത്തില്ല. സ്വത്തിന്റെ പ്രമാണങ്ങളൊക്കെ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ശിരോസംബന്ധമായ രോഗമുള്ളവരൊക്കെ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഭാര്യയുമായി പിണങ്ങി നിന്ന് രമ്യതയിൽ വർദ്ധിക്കും. ലൈംഗിക കാര്യങ്ങളിലൊക്കെ ആരോപണത്തിന് വിധേയക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തെ ഫലം നോക്കാം. സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും. സന്താന ജന്മം കൊണ്ട് വീട് അനുഗ്രഹീതമായി വരാം. പല സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ അവസരം ലഭിക്കും. മുഖസ്തുതിയിലൊക്കെ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികള് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഊർജ്ജസ്വലത കാണിക്കും. നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഫലം നോക്കാം. മോഹന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. സിനിമാ വ്യവസായം ബന്ധപ്പെട്ടവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേടും.
പുതിയ വീട് പണിയുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇനി നമുക്ക് ഒക്ടോബർ മാസത്തെ ഫലം നോക്കാം. സന്താനങ്ങളുടെ ജോലികാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വ്യാകുലപ്പെടും. കുടുംബാംഗങ്ങളുമായി വളരെ സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കും. പിതാവിന് ചില്ലറ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് ദേവപ്രീതി കുറയാൻ സാധ്യതയുണ്ട്. പ്രഷർ, ഷുഗർ രോഗങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇനി നമുക്ക് നവംബർ മാസത്തെ ഫലം നോക്കാം. ബിസിനസ്സിൽ മുൻപത്തേക്കാൾ ശ്രദ്ധ ചെലുത്തുന്നതാണ്. വരുമാനത്തിന്റെ ഒരു വിഹിതം ദൈവിക കാര്യങ്ങൾക്കായി മാറ്റിവെക്കും. ഉദ്യോഗത്തിൽ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും. ഭാര്യയുമായി കലഹം വർദ്ധിക്കുകയും വീട് വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം ധാരാളം നാശനഷ്ടങ്ങളൊക്കെ വന്നു ചേരും. നമുക്ക് ഡിസംബർ മാസത്തെ ഫലം നോക്കാം. ബിസിനസ് രംഗത്ത് പുതിയ ശൈലി കൊണ്ടുവരികയും അവ വിജയത്തിൽ കലാശിക്കുകയും ചെയ്യും. മാതാവിന്റെ സ്വത്തും ആഭരണങ്ങളും അനുഭവയോഗ്യമാകും. വീട്ടിൽ പല സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. വിദേശികൾ മുഖേന ധനാഗമം ഉണ്ടാകും. ജോലിയിലൊക്കെ പ്രൊമോഷൻ, നമ്മൾ കാത്തിരുന്ന പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2024 വളരെ നല്ലൊരു വർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാര് പ്രത്യേക നല്ല പ്രാർത്ഥനയും ഒക്കെ കൈവിടാതെ നമ്മൾ ഈ വർഷത്തെ സ്വാഗതം ചെയ്താൽ നമുക്കൊരു നല്ല ഒരു അനുകൂല ഫലങ്ങൾ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകമായിട്ട് ദൈവാധീനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാനിന് അർപ്പിച്ചുള്ള ഒരു ജീവിതമാണ് പ്രത്യേകമായിട്ട് നയിക്കേണ്ടത്. പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഉത്തര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 2024 പുതുവർഷ ഫലം ഉത്തര നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.